മമ്മൂട്ടി നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ടർബോ. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ മെയ് 24-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ കേരള കളക്ഷൻ എല്ലാം തന്നെ ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞതാണ്. 6,15,00,000 കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്ത സിനിമ കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത് തുടക്കമിട്ട മമ്മൂട്ടി സിനിമ കൂടിയാണ്. കേരള കളക്ഷൻ പുറത്തു വന്നതിന് പിന്നാലെ കഴിഞ്ഞ ഒരുപാട് മണിക്കൂറുകളിലായിട്ട് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്ര എന്നറിയാനായിട്ടാണല്ലോ. സാധാരണ വൈകിട്ട് 5 മണിയോടെ എല്ലാം തന്നെ സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് ഡീറ്റെയിൽ ഫിഗേഴ്സ് എല്ലാം തന്നെ പുറത്തു വരും. എന്നാൽ ടർബോയുടെ ഫിഗേഴ്സ് ഈ 7 മണി സമയത്തും കൃത്യമായിട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. 15 കോടിയിലേറെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്നുവെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമാകുന്ന സിനിമയായിട്ട് ടർബോ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ എസ്റ്റിമേറ്റ് കണക്കുകൾ പ്രകാരം 12-16 കോടി റേഞ്ചിൽ സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാകുമെന്ന് ഉറപ്പായതാണ്. ഇപ്പോഴത്തെ 15 കോടിയിലേറെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ കടന്നിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ കേരളത്തിനേക്കാൾ ഉയർന്ന ഗൾഫ് നാടുകളിലെ കളക്ഷൻ ഒപ്പം തന്നെ ഓവർസീസ് കളക്ഷൻ എല്ലാം തന്നെയാണ് ടർബോ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ 6,15,00,000 റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഉൾപ്പെടെ 7 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനും 8 കോടി രൂപയ്ക്ക് മുകളിൽ ഓവർസീസ് കളക്ഷനും സിനിമ നേടിയെടുത്തുവെന്നാണ് നിലവിൽ പുറത്തുവരുന്ന കണക്കുകൾ. എന്തായാലും വിദേശ രാജ്യത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കൂ. അങ്ങനെ ടർബോ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 15 കോടിയിലേറെ എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ടർബോ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.